വാർത്താരംഭം തുടക്കത്തിൽ തന്നെ അവതരിപ്പിക്കുന്നത് SSLC പരീക്ഷയാണ്. പരീക്ഷയിലെ വിജയം എന്നത് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്ന ഒന്നല്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ പരീക്ഷകളെ നേരിടാൻ പഠിക്കണം. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 4,27,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലായി 2,971 പരീക്ഷാ കേന്ദ്രങ്ങൾ ആണ് സജ്ജീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുണും കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം അരുണിലേക്ക്. അരുൺ, തെരഞ്ഞെടുപ്പ് ചൂട് ഒരു ഭാഗത്ത്, അതിനപ്പുറത്ത് വേനൽ ചൂട് മറ്റൊരു ഭാഗത്ത്, കുട്ടികൾക്ക് പരീക്ഷാ ചൂട്. അഭിലാഷ്, SSLC പരീക്ഷ അല്പസമയത്തിനകം ആരംഭിക്കും. 9:30-ക്കാണ് പരീക്ഷ ആരംഭിക്കുക. മലയാളം പേപ്പർ 1 ഇന്ന് പരീക്ഷയുള്ളത്. കുട്ടികൾ അവസാനവട്ട തയ്യാറെടുപ്പിലാണുള്ളത്. പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലൂടെ കുട്ടികൾ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്, പരീക്ഷയുടെ തയ്യാറെടുപ്പിലാണ്. 9:30-ക്ക് ക്ലാസ്സിൽ കയറണം അല്ലേ? എന്നിട്ട് പരീക്ഷ തുടങ്ങും. പരീക്ഷ തുടങ്ങും. കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്. 9:45 തുടങ്ങും അല്ലേ? എല്ലാം പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞോ? കുട്ടികൾ ഈ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. പട്ടം ഗേൾസ് സ്കൂളിലെ കുട്ടികൾ ഏതായാലും 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. നമുക്കറിയാം, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പായിട്ട് 15 മിനിറ്റ് കുട്ടികൾക്ക് ഒരു കൂൾ ഓഫ് ടൈം സർക്കാർ നൽകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. അതിനുശേഷം പരീക്ഷയിലേക്ക് പോകും. ഏതായാലും കുട്ടികളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ്. വരുന്ന ദിവസങ്ങളിലും നമുക്കറിയാം, അഭിലാഷ് സൂചിപ്പിച്ച പോലെ കനത്ത ചൂട് സംസ്ഥാനത്ത്, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കാൻ സാർ വൈസ് പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നു അല്ലേ? എന്തൊക്കെ ഒരുക്കങ്ങളാണ് സാർ ഈ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട്? പരീക്ഷ ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ എന്തൊക്കെയാണ് ക്രമീകരണം നടത്തി കഴിഞ്ഞു. കുട്ടികൾ അവരുടെ മാക്സിമം ലെവൽ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ മാക്സിമം. ചൂടാണ്, ഈ ചൂട് മറികടക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഞങ്ങളിപ്പം വെള്ളം അപ്പപ്പറ്റി വെള്ളം കൊടുക്കണം. വെള്ളം ഓരോ റൂമിൻ്റെ ഫ്രണ്ടിലും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യ സമയത്ത് കുട്ടികൾ കുടിക്കാൻ ക്രമീകരണം നടത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്ര കുട്ടികളാണ് ഇവിടെ പരീക്ഷ? 87. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾ. ഹയർ സെക്കൻഡറി പരീക്ഷയും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷ നാളെ ഉണ്ട്. ഇന്നില്ല. SSLC ക്ലാസ് അവർക്കില്ല. ഒരു ദിവസം കുട്ടികളൊക്കെ വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോഴും. കുട്ടികൾ നല്ല കുഞ്ഞുങ്ങളാണ്. അവർ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് വലിയ നമ്മൾ സാധാരണ അഭിലാഷ് പരീക്ഷയ്ക്ക് നമ്മൾ വലിയ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. കുട്ടികൾ ശരിക്കും അവരൊരു ഉല്ലാസം, അവർ ശരിക്കും ആഹ്ലാദിച്ച് ഇരിക്കുകയാണ് പരീക്ഷാ ഹാളിൽ. പഴയതുപോലുള്ള ടെൻഷനൊന്നും കുട്ടികൾക്ക് ആ രീതിയിൽ കാണുന്നില്ല. അവർ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂളിലും വെള്ളമൊക്കെ റെഡിയായിക്കൊണ്ട് വളരെ ഹാപ്പിയാണല്ലോ. എല്ലാം പഠിച്ചോണ്ടായിരിക്കും അല്ലേ? എല്ലാ പരീക്ഷയും ഇങ്ങനെ ആയിരിക്കുമോ? എല്ലാ പരീക്ഷയും ഇങ്ങനെ ആയിരിക്കും. അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് ചിരിച്ചുകൊണ്ട് പരീക്ഷ നേരിടുന്ന കുട്ടികൾ. ശരിക്കും സന്തോഷമുള്ള കാഴ്ച തന്നെയാണ്. പരീക്ഷ പേടിയല്ല, പരീക്ഷ ഒരു ഉല്ലാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിനോദ യാത്രയൊക്കെ പോകുമ്പോൾ എങ്ങനെ ഉല്ലാസിക്കും ആ രീതിയിൽ കുട്ടികൾ പരീക്ഷയെ കൈകാര്യം ചെയ്യുന്നുള്ള ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് അഭിലാഷ്. തിരുവനന്തപുരത്ത് നിന്നും VV അരുൺ, ഒപ്പം നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, അവിടെ അരുൺ സൂചിപ്പിച്ചു കുട്ടികൾക്കൊന്നും ഒരു ടെൻഷനും ഇല്ല. അവരൊക്കെ ചിരിച്ച് കളിച്ചാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. അരുണും അങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം പഠിച്ചില്ലെങ്കിലും നമുക്ക് ടെൻഷൻ വേണ്ടല്ലോ. എന്താണ് കൊച്ചിയിൽ നിന്നുള്ള ഒരു സാഹചര്യം? നവമി പരീക്ഷ എഴുതിയതുപോലെയുള്ള ഒരു സാഹചര്യത്തിലാണോ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്? അഭിലാഷ്, ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോയപ്പോൾ എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഈ കുട്ടികളെ കണ്ടിട്ട് എനിക്കാ ടെൻഷൻ. ഞാനിവിടെ നിന്ന് ടെൻഷൻ അടിക്കാം. ഞാൻ അരുണിനെ പോലെയാണോ? പഠിക്കാത്തത് കൊണ്ടുള്ള എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണേ എന്നുള്ളതായിരുന്നോ? അതെ,
അതെ, തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചാലല്ലേ ഉള്ളൂ ടെൻഷൻ അടിക്കേണ്ടത് എന്തായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ വലിയ ടെൻഷൻ ഒന്നും വേണ്ടല്ലോ. എന്തായാലും ഫസ്റ്റ് ബെൽ അടിച്ചിരിക്കുന്നു, കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് കയറാൻ തുടങ്ങി. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഗേൾസിലാണ്. ഇവിടെ 140 കുട്ടികളാണ് എക്സാം എഴുതുന്നത്. 10 ഹാളുകളുണ്ട്. അതിൽ 7 ഹാളുകൾ കുട്ടികൾക്കും 3 ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഹാളുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതെ, കുട്ടികളൊക്കെ ഹാളിലേക്ക് കടക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ടെൻഷൻ ഉണ്ടോ? ഭയങ്കര ടെൻഷനൊന്നും വേണ്ട, കൂളായിട്ട് പോയി എഴുതിട്ടാ. പഠിച്ചല്ലോ? കുറച്ചൊക്കെ പഠിച്ചു. എങ്ങനെയുണ്ട്? ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട് ടെൻഷൻ ഉണ്ട് ആണ്. എല്ലാം പഠിച്ചു, പിന്നെ എന്തിനാ ടെൻഷൻ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പഠിച്ചില്ലല്ലോ, കൂളായിട്ട് പോയി എഴുത്. കുട്ടികൾക്ക്, ഇവിടുത്തെ കുട്ടികൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അവരതേ ടീച്ചർമാർ ആദ്യം തന്നെ ഇവരെല്ലാവരും ഒന്നിച്ചിരുത്തി ക്ലാസ്സുകളൊക്കെ കൊടുത്തു. ടെൻഷനൊന്നും അടിക്കണ്ട, കൂളായിട്ട് പോയി പരീക്ഷ എഴുതുക. 10ാം ക്ലാസ് ജീവിതത്തിന്റെ അവസാനത്തേതൊന്നും അല്ല. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, എന്താകും, +1 അഡ്മിഷൻ കിട്ടണം. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. ചോദ്യപേപ്പർ കിട്ടിയതിന് ശേഷം ഒരു കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ സമയത്ത് സമാധാനത്തോടെ ഇരുന്ന് പഠിച്ചതെല്ലാം ഒന്ന് ഓർത്തെടുക്കുക. അതിനുശേഷം എക്സാം എഴുതുക. 11:30 വരെയാണ് എക്സാം. ഇന്ന് മലയാളവും സംസ്കൃതവുമാണ് പ്രധാനമായിട്ടും ക്ലാസ്സുകളിൽ നടക്കുന്നത്. മലയാളം ഫസ്റ്റും സംസ്കൃതവും. അങ്ങനെ കുട്ടികളൊക്കെ തയ്യാറായി കഴിഞ്ഞു എക്സാം എഴുതാൻ. എറണാകുളം ജില്ലയിൽ 32,530 പേരാണെന്ന് എക്സാം എഴുതുന്നത്. 322 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. എറണാകുളത്ത് 100, ആലുവയിൽ 111, മൂവാറ്റുപുഴ 54, കോതമംഗലം 53 എന്നിങ്ങനെയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ന് എക്സാം എഴുതുന്നത്, 527. അങ്ങനെയാണ് എറണാകുളം ജില്ലയിലെ കണക്കുകൾ. ഇപ്പോൾ നിൽക്കുന്ന ഗേൾസ് സ്കൂളിൽ 140 കുട്ടികളാണ് ഇന്ന് എക്സാം എഴുതുന്നത്. 10 ഹാളുകളുണ്ട്. 7 ഹാളുകളിൽ 3 ഹാളുകൾ ഇത് ഭിന്നശേഷി ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന, അതിനുശേഷമായിരിക്കും കുട്ടികൾക്ക് എക്സാം എഴുതുന്നതിൻ്റെ ആദ്യത്തെ ബെല്ലടിക്കുക. അതിനുശേഷം ചോദ്യപേപ്പർ നൽകും. കൂൾ ഓഫ് ടൈം, ആ കൂൾ ഓഫ് ടൈമിന് ശേഷമാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും കുട്ടികൾക്കൊക്കെ ടെൻഷനുണ്ട് എങ്കിൽ പോലും ആത്മവിശ്വാസത്തോടെ പോയി എഴുതുക. നമ്മൾ പഠിച്ചതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ചോദ്യത്തിൽ വരുന്നത്. അഭിലാഷ്. സ്നേഹദീപമേ മിഴി തുറക്കൂ.